ഇന്ന് നല്ല ഫോമിലാന്നല്ലേ? അതെ. എന്താടി നിന്റെ കുഴപ്പം? നിന്റെ അപ്പൻ്റെ പൈസക്കാണ് വെള്ളം അടിക്കുന്നത്. എൻ്റെ അപ്പൻ്റെ പൈസയ്ക്ക് കുടിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴല്ലേ റോയി ബാങ്ക് മാനേജറൊക്കെ ആയത്. പോത്തെ എടി, ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പോഴേ മുട്ടാത്തർക്കം പറയാതെ എന്തെങ്കിലും ഒരു നല്ല വർത്തമാനം പറയടി എൻ്റെ ഭാര്യയെ. അങ്ങനെ പറയണമെങ്കിലേ ആ കോലത്തിൽ വരണം, അല്ലാതെ ഇങ്ങനെ 4-ാം കാലയിലല്ല കയറി വരേണ്ടത്. എന്തോ ഡി, ഭർത്താവിൻ്റെ കോലം കെടുന്നത് ഭാര്യയുടെ നോട്ടക്കറവുകൊണ്ടാണ് ഈ പുല്ലേ. എന്തൊരു നാറ്റം! ഒന്ന് എഴുന്നേറ്റ് പോവോ? എനിക്കിങ്ങനെ പറ്റൂ. സമ്മതമാണെങ്കിൽ കൂടെ പുറത്താ മതി. ആ ഉറുക്കാടി ഉറുക്കാം ഉറുപ്പിക്കാൻ നിന്ന് കേട്ടോടി ഭാര്യയെ. ആ ജലജെ, ഡൽഹിയിൽ നിന്ന് കുറേ ടോപ്പിൻ്റെ കളക്ഷൻസ് വന്നിട്ടുണ്ട്. നിൻ്റെ വാട്സപ്പിലോട്ട് ഞാൻ ഇട്ടിട്ടുണ്ടേ, അതൊന്ന് നോക്കിയിട്ട് പറഞ്ഞേ. ആ ശരി, ഓക്കെ. യോ എൻ്റെ പൊന്നെ, നീ ഇതുപോലെ ഇനി എന്നെ കുടിപ്പിക്കരുത് കേട്ടോ. ഞാൻ വീണ് പോകും. വണ്ടി ഓടിച്ചുകൊണ്ട് വന്ന പാടെ എനിക്ക് അറിയത്തില്ലടി മുത്തേ. ഓ, അങ്ങനെയാണെങ്കിൽ എൻ്റെ അടുത്തോട്ട് വരണ്ട. ആ റീത്തയും കെട്ടിപ്പിടിച്ച് അവിടെ കിടന്നു. അയ്യോ, ഇനി ഇത് മതി എൻ്റെ മുത്തേ, പിണങ്ങല്ലേ. പിന്നെ മുമ്പ് ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സംസാരത്തിനിടെ ആ റീത്തയുടെ കാര്യം പറയുന്നുണ്ടല്ലോ, എൻ്റെ സകല മൂടും. അയ്യോ, എൻ്റെ റോയിച്ചായൻ്റെ മൂഡ് പോയോ? അതിന് തിരിച്ചു വരാൻ ഞാൻ എന്ത് ചെയ്യണം? അതിനാണോ പ്രയാസം? നീ ഒരു കാര്യം ചെയ്യും, നിൻ്റെ ആക്റ്റീവ് എടുത്തിട്ട് ഇങ്ങോട്ട് വാ, ഞാൻ ആ റോഡിലോട്ട് ഇറങ്ങിയിരിക്കാം. എന്താ? ഏട്ടനെ ഇപ്പൊ വരും. തൽക്കാലം ആ ഫോൺ എടുത്ത് ചുണ്ടിൽ മുട്ടിച്ച് വെക്കാം. ഞാനൊരു ഉമ്മ തരാം. വെച്ചു എന്നല്ലേ ഞാൻ ഒരെണ്ണം അങ്ങോട്ട് തരട്ടെ. കിട്ടിയോ? ആ കാണണം. കഴിച്ചോടി. ഞാൻ കഴിച്ചു. ചേട്ടൻ കഴിച്ചോ? ഓ പറയണേ, എന്തെങ്കിലുമൊക്കെ പറയണേ. ആ സീന, നീ ഷോപ്പിലാണോ? നിന്നെ ഞാൻ കുറേ വട്ടം വിളിച്ചിരുന്നു. അതെ എടി, ആ ഹൈദരാബാദ് ടീമിൻ്റെ ഞാൻ അങ്ങോട്ട് മെയിൽ അയച്ചിട്ടുണ്ട് കേട്ടോ. അവർ കുറേ ഫോട്ടോസൊക്കെ ഇങ്ങോട്ട് ഇട്ട് തന്നു. നിനക്ക് ഞാൻ അങ്ങോട്ട് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അതെ, ആ നല്ല കിടില മെറ്റീരിയൽസാണേ. അത് നീ വേഗം ഒന്ന് നോക്കിയിട്ട് പറ. ശരിയോ? റോയി, അവിടെ ബാങ്കിങ് അസോസിയേഷൻ്റെ ആനുവൽ മീറ്റിംഗ് എന്നാ? എന്തിനാ? അതെ, എൻ്റെ കുറേ പ്രോഡക്റ്റിൻ്റെ ഒരു ഡിസ്പ്ലേ ചെയ്താലോ അവിടെ? എടി, ഒന്നുമില്ലല്ലോ, നീ ഒരു ബാങ്ക് മാനേജർ വൈഫാണ്, അല്ലാതെ റോഡ് സൈഡ് തുണി നിരത്തിയിട്ട് കച്ചവടം ചെയ്യുന്ന ഒരു കച്ചവടക്കാരിയല്ല കേട്ടോ. റോയി, അതവിടെയോ കുറേ പേരെ എനിക്കൊന്ന് പരിചയപ്പെടുത്തിത്താ. ലേഡീസ് സ്റ്റാഫൊക്കെ ഉണ്ടല്ലോ. നോക്കാം. എന്തോ ഇത്ര ബുദ്ധിമുട്ട്? നിങ്ങളുടെ കള്ളക്കളിയൊക്കെ ഞാൻ മനസ്സിലാക്കത്തില്ലെന്ന് വിചാരിച്ചിട്ടാണോ? തുറച്ചു നോക്കാനൊന്നുമില്ല. എനിക്കറിയാം നിങ്ങളുടെ കള്ളത്തരങ്ങളെല്ലാം. വേണു വീണയാണെന്നും മനോജ് മഞ്ജു ആണെന്നും ഒക്കെ എനിക്കറിയാം. ഭാഗ്യം, ഇങ്ങനെങ്കിലും നിങ്ങൾ എൻ്റെ കാര്യം ഓർത്തല്ലോ. ഹലോ, പറയടി. ഇല്ലടി, ഈ ടൂറിൻ്റെ കാര്യം ഞാൻ ഇതുവരെ വീട്ടിൽ പറഞ്ഞിട്ടില്ല. ശരിയാണ്, അടിച്ച് പൊളിക്കാം. പക്ഷെ എന്ത് ചെയ്യാൻ? നടക്കില്ല സ്വാതി. എൻ്റെ ഡാഡിയും മമ്മിയും എന്നോട് മിണ്ടിയിട്ട് എത്ര നാളായെന്ന് എനിക്കറിയില്ലല്ലോ.
അതൊക്കെ വിട്. നീ ഇപ്പം എവിടാ? മോളിലോ? പപ്പയും മമ്മിയും കൂടെ ഉണ്ടോ? ശരി, നീ അടിച്ചു വിളി. നാളെ സ്കൂളിൽ കാണാം. ബൈ. മമ്മി, എന്താ? ആ ഫോണിൽ നിന്നൊന്ന് കണ്ണെടുത്ത് എന്നെ ഒന്ന് നോക്ക് മമ്മി. എന്താ കാര്യം പറ. മമ്മിക്ക് എന്നെ വേണ്ടേ? എന്നോടൊന്നും ചോദിക്കുന്നില്ല, എൻ്റെ കാര്യങ്ങളൊന്നും തിരക്കുന്നില്ല. നിന്റെ കാര്യം എന്താ ഞാൻ തിരക്കാത്തത്? നിന്റെ സ്കൂൾ ഫീസ് അടയ്ക്കുന്നില്ലേ? നിന്റെ ട്യൂഷൻ ഫീസ് അടയ്ക്കുന്നില്ലേ? നിനക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഞാൻ വെച്ചിരുന്നില്ലേ? ഇഷ്ടം പോലെ ഡ്രസ്സ്. നിനക്ക് എന്താ ഒരു കുറവ്? എന്താ നിന്റെ പ്രശ്നം? അതൊക്കെയാണ് ഒരു അമ്മയുടെ കടമ. പിന്നെ പിന്നെ എന്ത് വേണം? കൊച്ചു കുട്ടികളെ പോലെ നിന്നെ ഞാൻ തോളത്തെടുത്തിട്ട് താരാട്ട് വഴി ഉറക്കണോ ഇനി? അതിനൊക്കെ ഉള്ള പ്രായം നിനക്ക് കഴിഞ്ഞില്ലേ? അതൊന്നും എനിക്ക് കിട്ടേണ്ട പ്രായത്തിൽ കിട്ടിയിട്ടില്ല മമ്മി. സോന, നീ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ ഒന്ന് പോയേ. ഞാൻ പൊക്കോളാം. ഞാനൊരു കാര്യം പറയാനാ വന്നേ. എന്താ? സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോകുന്നുണ്ട്, അതിനെന്നെ വിടണം. എവിടേക്കാ പോന്നേ? ഊട്ടി, മൈസൂർ. ഊട്ടിയിൽ നമ്മൾ പോയതല്ലേ? ഊട്ടി എന്ന് പറഞ്ഞെഴുതിയ ഒരു ബോർഡ് കാണിച്ചു തന്നാൽ അത് അങ്ങനെ ആവുമോ? പറ. അത് എൻ്റെ കയ്യിലെ കുഴപ്പമാണോ? നിന്റെ ഡാഡി കള്ളും കുടിച്ച് ഹോട്ടലിൽ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് ഞാനെന്ത് വേണം? അല്ലേലും മമ്മി തന്നെയല്ലേ അതിന്റെ കാരണം. നിസ്സാര കാര്യത്തിന് വഴക്കുണ്ടാക്കുന്നേ. അല്ലല്ലേ നിനക്ക് നിന്റെ ഡാഡി എന്നാ വലുത്? നീ പോയി ചോദിരേ, എന്നോടൊന്നും ചോദിക്കണ്ട. മമ്മി, പെട്ടെന്ന് വാ. എനിക്കറിയാണോ എന്റെ വീടായത്. കിട്ടി കുറച്ച് ഓവറായി പോയി, വണ്ടി ഓടിക്കാൻ വയ്യാത്ത അവസ്ഥയായി പോയി. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. നന്ദി. ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം. ചുമ്മാ ഞാൻ നടക്കാതെ മോളെ പിടിച്ചു